എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതേപോലെ നമ്മൾ ഇന്ന് വെളുപ്പിന് 5 മണിക്ക് തന്നെ കട തുറന്നെങ്കിൽ വെളുപ്പിന് 6 മണി സമയത്ത് നമ്മുടെ മീൻ തട്ടാണ് ഈ കാണുന്നത്. അപ്പൊ തന്നെ അത്യാവശ്യം നാടൻ മീനുകൾ, അതായത് കാളാഞ്ചി, ചെമ്പല്ലി, കരിമീൻ പോലുള്ള മീനുകളൊക്കെ നിരന്നിട്ടുണ്ട്. നേരം ഇങ്ങനെ വെളുത്ത് തുടങ്ങുന്നുള്ളൂ. നമ്മുടെ ചേച്ചിമാരൊക്കെ അടുത്ത മീനും വരുന്നതായിട്ട് കാത്തിരിക്കുക. സൂര്യൻ പൂർണ്ണമായിട്ട് മുതിച്ച് കഴിയാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ആരും തന്നെ കടയിൽ വന്നു തുടങ്ങിയിട്ടില്ല രാവിലെ തന്നെ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോയമ്പും കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ. എന്നിരുന്നാലും നമ്മുടെ കടയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ രാവിലെ തന്നെ മീനൊക്കെ നിരത്തിയിട്ടുണ്ടായിരുന്നു. കക്ക, ചെമ്മീൻ, ചെമ്പല്ലി, കരിമീൻ, പിന്നെ ചൂണ്ടക്കാര് 2-3 നെയ്മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ അടുത്ത ചേട്ടന് ഒരു ബക്കറ്റിലായിട്ട് ഇതേ കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ട് വന്നിട്ടാ. എന്തിട്ടാന്ന് നോക്കാം അതിൽ. ആ ചേട്ടൻ ആ ബക്കറ്റ് കൊണ്ടുവച്ചപ്പോൾ തന്നെ ചേച്ചിമാരൊക്കെ എന്ത് മീനാണ് വന്നേക്കണേന്ന് നോക്കാനായിട്ടുള്ള തിടുക്കത്തിലാണ്. അപ്പോൾ നോക്കിയപ്പോൾ ആ ബക്കറ്റിൽ കുറച്ച് ഇളനാരനായിരുന്നു. ഈ ഒരു സീസണിൽ കിട്ടുന്ന ചെമ്മീനാണ്, ജീവനുള്ള ചെമ്മീൻ വരുന്നുണ്ട്. പിന്നെ കുറച്ച് പൊടിമീൻ വരുന്ന ആ ചേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീനവലേക്ക് കിട്ടിയ ചെമ്മീനൊക്കെ കൊണ്ടുവന്നേക്കണേണ്ട. അപ്പോൾ എല്ലാ സമയത്തും എല്ലാ ദിവസങ്ങളും ഈ ചേട്ടൻ കൊണ്ടുവന്ന് തരാറുണ്ട് നമുക്ക് മീനും ചെമ്മീനൊക്കെ. അപ്പോൾ ഇന്നുണ്ടായിരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇളനാരനായിരുന്നു. ചില ദിവസങ്ങളിൽ പലതരത്തിലുള്ള മീനുകളായിരിക്കും ഉണ്ടാവുന്നത്. ഇന്ന് കൂടുതലായിട്ടുണ്ടായിരുന്നത് ഇളനാരൻ ചെമ്മീനായിരുന്നു, പിന്നെ കുറച്ച് പൊടിമീനും. അപ്പോഴേ നമ്മുടെ ജോഷി പാപ്പനാണ് ആ ചെമ്മീനൊക്കെ തൂക്കിയെടുക്കുന്നത്. ഈ ഒരു സൈസ് വരുന്ന ചെമ്മീൻ നമ്മൾ ഇന്ന് വിറ്റ വില എന്ന് പറഞ്ഞാൽ 240 രൂപയ്ക്കും. ആ കാണുന്ന പൊടിമീൻ വിറ്റത് 120 ആയിരുന്നട്ടാ. ഇതൊക്കെയുണ്ട് ഇപ്പോൾ ഇതിനകത്ത്. കാളാഞ്ചി നന്ദൻ, പ്രായല്, പിന്നെ മണങ്ങില്ല, മാങ്ങാത്തോടി ഒക്കെ ഉള്ളു. അപ്പോൾ അതേ ആ പാത്രത്തിൽ എന്തൊക്കെ മീൻ ഉണ്ടായിരുന്നാണ് നമ്മുടെ ജോഷി അവൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത് പിന്നെ നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും ആ ചേച്ചിമാരൊക്കെ ഇങ്ങനെ അടുത്ത മീനും വരുന്നത് കാത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇന്ന് മീൻ കുറവാണ്. ഇതൊന്നും അല്ല, ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം മീനൊക്കെ ഉണ്ടാവേണ്ടിയിരുന്നതാണ്. പക്ഷേ ഇന്നെന്തോ മീനില്ല, കുറവാണ്. അപ്പോൾ അതേ 2 2 വീലറിലായിട്ട് 2 ചേട്ടന്മാർ മീൻ കൊണ്ടുവന്നേക്കേണ്ട. അതിൽ ഏതെന്ന് വെച്ചാൽ ചാക്കിലാക്കിയിട്ടാണ് മീൻ കൊണ്ടുവന്നേക്കുന്നത്. നമുക്ക് എന്തിട്ടാണ് നോക്കട്ടെ അതിൽ. അപ്പോൾ അതേ ചാക്ക് കണ്ടിട്ട് കാളാഞ്ചി ആണെന്നാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ചാക്ക ബോക്സിലേക്ക് ചൊരിഞ്ഞിട്ടുണ്ട്. നല്ല പിടയ്ക്കണ 1 തരം നല്ല സൈസ് കാളാഞ്ചികൾ. സൈസ് എന്ന് പറയാനല്ല, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 കിലോ 2 കിലോ മാക്സിമം തൂക്കം വരുന്ന കാളാഞ്ചികളാണ് അതിലുണ്ടായിരുന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കായലിൽ തന്നെ കൂട് കിട്ടിയിട്ട് വളർത്തിയെടുക്കുന്ന മീനുകളുണ്ടാകും. അതായത് ഒഴുക്കിൽ തന്നെ നല്ല മീനും ചെമ്മീനൊക്കെ കൊടുത്ത് ഫീഡൊന്നും ഈ പറഞ്ഞ കാളാഞ്ചിക്ക് അങ്ങനെ കൊടുക്കാറില്ല, കൊടുക്കാനും പറ്റില്ല, വളരില്ല. അപ്പോൾ നല്ല ചെമ്മീനും നല്ല ചെറുമീനുകളൊക്കെ കൊടുത്ത് വളർത്തിയെടുത്ത് ഒഴുക്കിൽ തന്നെ, അതായത് ഉപ്പുവെള്ളത്തിലെ ഒഴുക്കിൽ തന്നെ വളർത്തിയെടുത്ത നല്ല 1 തരം കാളാഞ്ചികളാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. കാളാഞ്ചി എന്തോരുണ്ട്? ഇതിപ്പോൾ 500 മതിയാ? മതിയാ 500 മതിയാ? അപ്പോൾ ആ ചേച്ചിക്ക് കാളാഞ്ചി കുറച്ച് കൊടുത്തപ്പോഴേക്കും ഒരു ചേട്ടൻ്റെ കുറച്ച് ഞണ്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഞണ്ടിനെ തിരിഞ്ഞെടുക്കാനുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ചേട്ടന് അതിൻ്റേതായ വിലയിട്ട് കൊടുത്ത് പറഞ്ഞു വിടും കേട്ടോ. അപ്പോഴേക്കും നേരമൊക്കെ വെളുത്തത് നമ്മുടെ വണ്ടി റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ മറ്റു പല കടകളിലേക്കും കൊണ്ടുപോകാനുള്ള മീനൊക്കെ ഫില്ല് ചെയ്യേണ്ട. അപ്പോൾ ഓൾമോസ്റ്റ് അത്യാവശ്യം എല്ലാ മീനുകളും വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടി പോവുകയും കഴിഞ്ഞു. പിന്നെ അപ്പോൾ നമ്മുടെ കടയിൽ ഇന്ന് സുലഭമായിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞണ്ടായിരുന്നു. പിന്നെ കരിമീൻ, അത്യാവശ്യക്കാർക്ക് കൊടുക്കാനുള്ള കരിമീൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വലിയ മീനായിട്ട് ഓലക്കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ളത് ഈ കാണുന്ന പോലത്തെ നല്ല ഉഗ്രൻ കക്കിറച്ചി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു സൈസ് വരുന്ന കക്കിറച്ചി നമ്മളിപ്പോൾ വിൽക്കുന്ന വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോയ്ക്ക് 260 രൂപയ്ക്ക് ഉണ്ടാവും. അപ്പോൾ നല്ല റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ വീട്ടാവശ്യത്തിനൊക്കെ കക്കിറച്ചി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം. പിന്നെ അടുത്ത ചേട്ടൻ്റെ ഒരു ബക്കറ്റിൽ കുറച്ച് ചെമ്മീനായിട്ട് വന്നേക്കട്ടെ. ആ ചെമ്മീൻ്റെ സൈസ് നിങ്ങൾ നോക്കിക്കോട്ടെ. വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട്, നമ്മുടെ നാടൻ ചെമ്മീനുകളിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് നല്ല വലുപ്പമുള്ള ചെമ്മീനാണ് ഈ കാണുന്നത്. ആ ഒരു സൈസ് ചെമ്മീൻ നമ്മളിന്ന് വിറ്റ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 380 രൂപയ്ക്കാണ്. നല്ല 1 തരം നാരൻ ചെമ്മീനാണ്. ഈ ഒരു സീസണിൽ മാത്രം കിട്ടുന്ന ചെമ്മീനാണ് കേട്ടോ നാരൻ ചെമ്മീൻ. സാധാരണ ദിവസത്തെ പോലെ നേരവും വെളുത്തിട്ടുണ്ടെങ്കിലും പക്ഷേ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടയിൽ അങ്ങനെ ആൾക്കാർ കുറവായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോയമ്പും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ ആൾക്കാർ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ സീതമ്മ ചേച്ചിയും അമ്പിയ ചേച്ചിയും അപ്പോൾ ഒഴിവ് കിട്ടിയ സമയത്ത് ചെറിയ ചെമ്മീൻ, നല്ല ചൂടൻ ചെമ്മീൻ നന്നാക്കി എടുക്കുകയാണ്. അച്ചാറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂടൻ ചെമ്മീൻ നന്നായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നമ്മുടെ ചാക്കോച്ചേട്ടന് ഒരു ഉഗ്രൻ ഐറ്റത്തിനാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല 1 തരം നല്ല നെയ്മീൻ, ചൂണ്ട നെയ്മീൻ 3 കിലോയ്ക്ക് വെക്കാൻ പറ്റുന്ന ചൂണ്ട നെയ്മീനാണ് നമ്മുടെ ചാക്കോച്ചേട്ടൻ വെട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നോക്കി ആ മീറ്റിൻ്റെ അതിൻ്റെ ക്വാളിറ്റി അങ്ങോട്ട് കണ്ട. നല്ല 1 തരം നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെയായിരുന്നു നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല ചൂണ്ടക്കാരുടെ മീനാണ്. അപ്പോൾ ഈ ഒരു നെയ്മീൻ നമ്മൾ ഇന്ന് വിറ്റ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോയ്ക്ക് 800 രൂപയ്ക്കായിരുന്നു കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വില കുറവാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ രേഖപ്പെടുത്തിക്കോട്ടെ.
അപ്പോൾ ആ ചേട്ടന് നമ്മൾ കൊടുത്തതെന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു പോർഷൻ വറക്കാനും ഈ കാണുന്നത് എന്ന് പറഞ്ഞാൽ കറി വെക്കാനായിട്ടുള്ള രീതിയിലാണ് മുറിച്ചെടുക്കുന്നത്. സാധാരണഗതിയിൽ ഈ ഒരു സൈസ് വരുന്ന ചൂടഞ്ഞമീൻ നമ്മൾ കിള്ളാനായിട്ട് എടുക്കാത്തതാണ്. സീതം ചേച്ചി അമ്പി ചേച്ചി കിള്ളാനായിട്ട് എടുക്കാത്തതാണ്. ഇപ്പോൾ തിരക്ക് കുറവായതുകൊണ്ട് മാത്രം ഉണ്ടാക്കി കിള്ളാനെടുത്തത്. അടിപൊളി തിരുതാണല്ലോ. എത്രയുണ്ട്? 2,300. അടിപൊളി തിരുത, നാടൻ തിരുതുണ്ട്, ചീന വില കിട്ടിയ. അപ്പോൾ കട്ടയം കൊടുക്കുകയാണല്ലേ? കട്ടയം ചാക്കോച്ചേൻ്റെ അടുത്തല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ചാക്കോച്ചേട്ട ഒരു തിരുതുണ്ട്, തിരുത. വലിയ തിരുതാണ്. സത്യം പറയുകയാണെങ്കിൽ ഇത്രയും വലിപ്പം പോകുന്ന ഒരു തിരുതിയെ കണ്ടിട്ട് കുറേ നാളുകളായിട്ടുണ്ട്. 2,300 തൂക്കമുള്ളൊരു തിരുതുണ്ട്, നാടൻ തിരുത, അതും ചീന വലയിൽ കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇടയായിട്ട് നമുക്ക് തിരുതയെ കിട്ടുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഇന്ന് ഒരു തിരുതനെ കിട്ടി. അത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടപ്പോൾ തന്നെ ഒരാൾ വാങ്ങി വിളിച്ച് പറഞ്ഞ് അത് എനിക്ക് വേണമെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കേണ്ടതായത്. അപ്പോൾ സീതമ്മ കരിമീൻ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചാക്കോച്ചനാണെങ്കിൽ നമ്മുടെ തിരുതനെ ചെതുമ്പലൊക്കെ ഓൾമോസ്റ്റ് നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ സത്യം പറഞ്ഞെങ്കിൽ ഈ ഒരു തിരുതയെ വയറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് മുട്ട ഉണ്ടായിരിക്കുമെന്നാണ് വിചാരിച്ചത്. നിങ്ങൾക്ക് എന്താണ് തോന്നണേ? നമുക്കൊന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പം എല്ലാവരും പറഞ്ഞത് മുട്ട ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കി നോക്കാം വയറിൻ്റെ ഉള്ളിൽ ആ വീർത്തിരിക്കുന്നത് എന്താണെന്ന്. പലരും പറയാറുണ്ട് മുട്ടയുള്ള തിരുതയാണെങ്കിൽ ടേസ്റ്റ് മീറ്റിന് കുറവായിരിക്കത്തുള്ളൂ. പക്ഷെ മുട്ട ഇല്ലെന്നുണ്ടെങ്കിൽ നെയ്യ് ഉണ്ടാവുള്ളൂ. നമുക്ക് നോക്കി നോക്കാം എന്താണ് അവസ്ഥ. എന്തായാലും ചാക്കോച്ചേട്ടൻ നല്ല ഭംഗിയായിട്ട് തന്നെ വൃത്തിക്ക് തന്നെ ചെതുമ്പലും എല്ലാം വൃത്തിയാക്കി മുട്ടയുണ്ട്, വയറ്റിൽ മുട്ടയുണ്ട് കേട്ടാ. മുട്ടണ് എന്താ കുടലാണോ? നെയ്യാണല്ലേ? അപ്പം മുട്ടയല്ല നെയ്യാണ്. മുട്ടയുണ്ടോ? നെയ്യുണ്ട് കേട്ടാ. വയറൊക്കെ കണ്ടപ്പോൾ തോന്നി മുട്ട ഉണ്ടായിരിക്കും. പക്ഷെ നെയ്യാണ് കണ്ടോ? നെയ്യണ്ട, നല്ല നെയ്യാണ്. എൻ്റെ പൊളി നെയ്യണ്ട. അതാണ് നെയ്യ് കേട്ടോ. കണ്ട തിക്കായിട്ട് കണ്ടത് നെയ്യാണത്. എന്തായാലും നമ്മുടെ ആ തിരുതക്കുള്ളിൽ മുട്ട ഉണ്ടായിരുന്നില്ലെങ്കിലും നല്ല മുറ്റും നെയ്യായിരുന്നു. അപ്പോൾ എല്ലാവരും പറയാറുണ്ട് നെയ്യുള്ള തിരുതയ്ക്കാണ് ടേസ്റ്റ് കൂടുതലെന്ന്. അപ്പോൾ എന്തായാലും എത്ര പീസ് കിട്ടിയപ്പോൾ നമുക്കപ്പോൾ 15 നമ്മൾ ചീട്ടിയല്ലേ? അപ്പോൾ അതേ മീനൊക്കെ ഇങ്ങനെ പല സമയത്തായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് കരിമീനാണ്. അപ്പോൾ നമ്മളെന്തായാലും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യണം. എല്ലാം കൂടി ഇന്ന് കാണിക്കുന്നില്ല. പല ദിവസങ്ങളായിട്ട് നമ്മൾ പല വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇനി അങ്ങോട്ട് ഇഷ്ടംപോലെ വലിയ വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. എന്തെങ്കിലും തെറ്റിയും കുറവുകയാണെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. അപ്പോൾ താങ്ക് യു. ഇതുവരെ കണ്ടിരുന്ന എല്ലാവരോടും വലിയൊരു താങ്ക്സ് കേട്ടോ.